ഹായ്, എക്സാമൊക്കെ എഴുതി വന്നിരിക്കുകയെന്നറിയാം. ചിലർക്കെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അങ്ങ് എഴുതാൻ പറ്റാത്തവരുണ്ടാവും. അവരോട് എനിക്ക് ഇന്ന് നടന്ന ഒരു കഥയാണ് പറയാൻ. സൈലത്തിൽ തന്നെ ഒരു റിപ്പീറ്റർ ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് എനിക്ക് കുറച്ചു കാലമായിട്ട് പരിചയമുണ്ട്. ഒരു 3 ആഴ്ച മുമ്പ് ആ കുട്ടി ഒന്ന് വീണപ്പം വലത്തെ കയ്യിൽ ഫ്രാക്ചറും ടെൻഡൻ ഇഞ്ചുറി ഒക്കെ ആയി. ആ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ വലത്തെ കൈ ഫുൾ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് തീരെ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. മോള് കുറച്ച് സങ്കടത്തിൽ വരുന്ന സമയത്ത് എങ്കിലും എക്സാം എന്തായാലും എഴുതും എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടറെ ചെന്ന് കണ്ട് ഈ പ്ലാസ്റ്റർ ഒക്കെ അഴിപ്പിച്ചു. അതായത് എനിക്ക് എക്സാം എങ്ങനെയും എഴുതാൻ പറ്റണം, ആ ഒരു അവസ്ഥയിലാക്കി തരണം എന്ന് പറഞ്ഞപ്പം പ്ലാസ്റ്റർ ഒക്കെ അഴിച്ചിട്ട് പകരം ചെറിയ ബാൻഡേജ് ഒക്കെ ഇട്ടു. ഇങ്ങനെ ചെയ്തപ്പം വേദനയും നീരൊക്കെ കൂടുകയാണ് ചെയ്തത്. അതൊന്നും കാര്യമാക്കാതെ ആ മോള് മാക്സിമം ട്രൈ ചെയ്യാൻ തന്നെ ശ്രമിച്ചു. ഇന്നലെ വൈകുന്നേരം വിളിച്ചപ്പോഴും കൈയിന്റെ വേദന അങ്ങ് കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും നീരൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തം ആലോചിച്ചു, നാളെ ഈ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റുമോ, അഥവാ ഭയങ്കര വേദനയാണെങ്കിൽ എക്സാം എഴുതണ്ട, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു. ഇന്ന് രാവിലെ വിളിച്ചപ്പം ഓള് പറയുന്നത് ഇന്നലെ രാത്രിയിൽ മൊത്തം കൈ വേദന ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും കൈക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പോവായിരുന്നു, എക്സാം എഴുതണോ, ഇത്രയൊക്കെ പ്രശ്നം ആയതുകൊണ്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇനി മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്നാൽ ആ മോൾ എന്നെ ഞെട്ടിച്ചു. കാരണം ഇത്രയൊക്കെ വേദന സഹിച്ചു എക്സാം ഇന്ന് എഴുതാൻ പോവുകയാണ് സാർ എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസവും തോറ്റു കൊടുക്കാൻ റെഡിയല്ല എന്നൊരു ആറ്റിറ്റ്യൂഡുമായിട്ടാണ് ഇന്ന് ആ മോള് എക്സാം എഴുതാൻ പോയിരിക്കുന്നത്. ഇന്നത്തെ എക്സാം ചിലപ്പോൾ നല്ല രീതിയിൽ എഴുതാൻ പറ്റില്ല എന്ന് ആ കുട്ടിക്ക് അറിയാം. അങ്ങനെ സംഭവിച്ചാൽ പോലും അടുത്ത വർഷത്തേക്കും നല്ല രീതിയിൽ ട്രൈ ചെയ്യാൻ ഇപ്പോഴേ മനസ്സ് റെഡിയാണ്. അവളുടെ സ്വപ്നത്തെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ഇപ്പൊ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് MBBS എന്നുള്ളൊരു ഡിഗ്രീനേക്കാൾ എത്രയോ വലിയൊരു കാര്യം ആ മോള് ഓൾറെഡി ഡെവലപ്പ് ചെയ്തെടുത്തു. ഇനി ഒന്നിനും ആ മോളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്ത് ആ ഒരു ഗോളിന് വേണ്ടി കുറെ കാലമായിട്ട് വളരെ ഡിസിപ്ലിൻ ആയിട്ട് വർക്ക് ചെയ്ത് ഇന്ന് ആ എക്സാം എഴുതിയിരിക്കുകയാണ്. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ദാറ്റ് ഡിസേർവ്സ് റെസ്പെക്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സാം എഴുതിയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നിയെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കെയർലെസ് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊരു വലിയ പരാജയമാണ് എന്നുള്ള രീതിയിൽ ആലോചിക്കേണ്ട ഒരാവശ്യവുമില്ല. വിജയത്തിന് ഒരു ഡെഡ് ലൈൻ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എക്സാം ആയിരുന്നു അവസാനത്തെ ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിലൊന്നും ആലോചിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്കുള്ള ജേർണിയുടെ ഒരു ലാപ്പ് ഇന്ന് അവസാനിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്നത്തെ എക്സാമിന്റെ റിസൾട്ട് എന്ത് തന്നെയാണേലും ആ ലാപ്പ് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിമെമ്പർ, ദിസ് ഇസ് യുവർ സ്റ്റോറി. ഇത് നിങ്ങളുടെ കഥയാണ്. നിങ്ങളെ പോലെ ഒരാൾ ഇതിന് മുമ്പും ഇനി അങ്ങോട്ടും ഈ ലോകത്തിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല, അതിലൊരു അർത്ഥവുമില്ല. അങ്ങനത്തെ കമ്പാരിസൺസ് ഒക്കെ ആയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അതൊന്നും നിങ്ങളുടെ മൈൻഡിനെ അഫക്ട് ചെയ്യാൻ സമ്മതിക്കും. എവറി ഔൺസ് ഓഫ് ഹാർഡ് വർക്ക് യു ഹാവ് പുട്ട് ഇൻ വിൽ ഇവൻച്വലി പേ ഓഫ്. അതൊരു ഫാക്റ്റ് ആണ്. ഈ എക്സ്പീരിയൻസസ് എല്ലാം നിങ്ങളെ നിങ്ങളുടെ തന്നെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു വേർഷൻ ആയി മോൾഡ് ചെയ്യാൻ സഹായിക്കുകയായിരുന്നു. സോ ഇന്നത്തെ എക്സാം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും റിസൾട്ട് എന്താവും എന്നുള്ള ആലോചിച്ചുള്ള ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. അതിനുള്ള സമയവുമല്ലേ. നിങ്ങൾ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരുപാട് നല്ല സിനിമകളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഒന്ന് പോയി റിലാക്സ് ചെയ്യാനും, ഈ ഹോസ്റ്റലിലൊക്കെ നിന്നവരെങ്കിലും കുറച്ച് ദിവസത്തേക്ക് അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇനി റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. ബാക്കി റിസൾട്ട് വരട്ടെ. നമുക്ക് റിസൾട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞു, അതിനെ റിസൾട്ട് ബാധിക്കുന്നില്ല. ആ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു സമാധാനത്തിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ റെസ്റ്റ് എടുക്കുക. ഇൻ കേസ് റിസൾട്ട് വരുമ്പം നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും മികച്ച രീതിയിൽ ആയിട്ടില്ലെങ്കിലും അടുത്ത വർഷത്തേക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളിവിടെ റെഡിയാണ്. സോ ആ കാര്യത്തെക്കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇനി എനിക്ക് പറയാനുള്ളത് 2023 നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികളോടാണ്. നമ്മുടെ നീറ്റ് ചാനൽ തന്നെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഇറങ്ങിയ വീഡിയോസ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഇവിടുത്തെ സാറുമാരെല്ലാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങളെ പിടിച്ചു കയറ്റാൻ വേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ MBBS അല്ലെങ്കിൽ NIT, IIT എന്നിങ്ങനത്തെ സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തെ
ഇത്രയധികം വാല്യൂ ചെയ്യുന്ന, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വേറൊരു ടീം നമ്മുടെ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ എക്സാം എഴുതിയിരിക്കുന്നവർ ഓർക്കണം, നിങ്ങളുടെ എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും എവിടെയും പോകുന്നില്ല. We are there with you till the end.